sorting the plurals. Here we can see some singular form of nouns. സിംഗുലർ ഫോമിലുള്ള കുറച്ച് വേർഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 വീഡിയോസിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്, ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തിരുന്നത് ഹൗ ക്യാൻ വി ചേഞ്ച് ദ സിംഗുലർ നൗൺസ് ഇൻ ടു പ്ലൂറൽസ് ബൈ ആഡിങ് എസ്, ഇ എസ് ആൻഡ് ഐ ഇ എസ്. അതായത് എസ് ആഡ് ചെയ്തിട്ടും ഇ എസ് ആഡ് ചെയ്തിട്ടും ഐ ഇ എസ് ആഡ് ചെയ്തിട്ടും നമുക്ക് എങ്ങനെ സിംഗുലർ ഫോമിനെ പ്ലൂറൽ ഫോം ആക്കാം എന്നുള്ള വീഡിയോ ആണ് കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുൻപായി തീർച്ചയായും ആ വീഡിയോ കണ്ട് ഡീറ്റെയിൽഡായി മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സോർട്ടിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. സോർട്ടിംഗ് ദ പ്ലൂറൽസ്. ഹിയർ വി ക്യാൻ സീ സം സിംഗുലർ നൗൺസ്. We want to categorize or classified into 3 groups, that is plus s. നൗണിൻ്റെ കൂടെ എസ് എന്നുള്ളത് ആഡ് ചെയ്യണം. പ്ലസ് ഇ എസ്, പ്ലൂറൽ ഫോം കിട്ടുന്നതിനായി നൗണിൻ്റെ കൂടെ ഇ എസ് എന്ന് ആഡ് ചെയ്യണം. പ്ലസ് ഐ ഇ എസ്, ഐ ഇ എസ് എന്നുള്ള 3 ലെറ്റേഴ്സ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏതൊക്കെ സിറ്റുവേഷനിൽ എപ്പോഴൊക്കെയാണ് ഈ എസ്സും ഇ എസും ഐ ഇ എസും ആഡ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ എസ് ചേർന്ന് വരുന്ന വേർഡ്സിന് മുൻപായിട്ട് ഇ എസ് എന്നുള്ള ലെറ്റേഴ്സ് നമ്മൾ എപ്പോഴൊക്കെയാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇ എസ് എന്നുള്ള ലെറ്റേഴ്സ് ആഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ്, അതായത് ലാസ്റ്റ് സിംഗുലർ നൗണിൻ്റെ ലാസ്റ്റ് ലെറ്റർ സെഡ് വെച്ച് അവസാനിക്കുന്നത് നമ്മൾ പ്ലൂറൽ ഫോം കിട്ടുന്നതിനായിട്ട് ഇ എസ് ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ എക്സ്, സിംഗുലർ നൗണിൻ്റെ ലാസ്റ്റ് ലെറ്റർ എക്സിൽ അവസാനിക്കുന്ന സിംഗുലർ നൗൺസിൻ്റെ പ്ലൂറൽ ഫോം എഴുതുന്നതിനായിട്ട് നമ്മൾ ഇ എസ് എന്നുള്ള 2 ലെറ്റേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ സി എച്ച്, എൻഡിങ് വിത്ത് സി എച്ച് എന്നുള്ള 2 ലെറ്റേഴ്സിൽ അവസാനിക്കുന്ന വേർഡ്സ് പ്ലൂറൽ ഫോം കിട്ടുന്നതിനായിട്ടും ഇ എസ് എന്നുള്ള 2 ലെറ്റേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എസ് എച്ച് വെച്ച് അവസാനിക്കുന്ന ലെറ്റേഴ്സ്, എസ് എച്ച് വെച്ച് എൻഡ് ചെയ്യുന്ന സിംഗുലർ നൗൺസിനെ പ്ലൂറൽ ഫോം ആക്കുന്നതിനായിട്ടും ഇ എസ് ആണ് ആഡ് ചെയ്യുന്നത്. ദെൻ ദ ലെറ്റർ എസ് എന്നുള്ള ലെറ്ററിൽ അവസാനിക്കുന്ന വേർഡ്സ് സിംഗുലർ നൗൺസിനെ പ്ലൂറൽ ഫോം ആക്കുന്നതിനായിട്ടും ഇ എസ് എന്നുള്ള 2 ലെറ്റേഴ്സാണ് ആഡ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ഐ ഇ എസ് ആഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ഏതാണെന്ന് നോക്കാം. ഐ ഇ എസ് പ്ലൂറൽ ഫോം കിട്ടുന്നതിനായിട്ട് ഐ ഇ എസ് ചേർക്കുന്നത് when the singular noun ending with the letter y എന്നുള്ള ലെറ്റർ വെച്ച് അവസാനിക്കുന്ന എല്ലാ വേർഡ്സിനും, y എന്ന ലെറ്ററിൽ അവസാനിക്കുന്ന എല്ലാ സിംഗുലർ നൗൺസിനും പ്ലൂറൽ ഫോംസ് ആക്കുന്നതിന് വേണ്ടി y എന്നുള്ള ലെറ്റർ ഡ്രോപ്പ് ചെയ്യണം. y എന്നുള്ള ലെറ്റർ ഡ്രോപ്പ് ചെയ്ത് അതിന് പകരം ഐ ഇ എസ് ആഡ് ചെയ്യണം. y എന്നുള്ള ലെറ്റർ ഡ്രോപ്പ് ചെയ്ത് അതിന് പകരം ഐ ഇ എസ് ആഡ് ചെയ്യണം. Then we will get the plural form for these type of words. y വെച്ച് അവസാനിക്കുന്ന വേർഡ്സിന് y എന്നുള്ള ലെറ്റർ ഒഴിവാക്കി അതിന് പകരം ഐ ഇ എസ് എന്നുള്ള ലെറ്റേഴ്സ് ആഡ് ചെയ്യണം. ഇപ്പം ഇപ്പോൾ തന്ന കാറ്റഗറിയിൽ എസ്സും ഇ എസും ഐ ഇ എസും ചേർത്ത് എഴുതുന്ന സോർട്ടിംഗ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ സിംഗുലർ നൗൺസിനെ പ്ലൂറൽ നൗൺസ് ആക്കാൻ, പ്ലൂറൽ ഫോം ആക്കാൻ ഈ 3 മെത്തേഡ് അല്ലാതെ വേറെയും വേർഡ്സ് വരുന്നുണ്ട്. എങ്കിലും ഇവിടെ നമ്മൾ സോർട്ട് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന വേർഡ്സ് പ്ലൂറൽ ഫോമിൽ എസ് ചേർത്ത് എഴുതാനും ഇ എസ് ചേർത്ത് എഴുതാനും ഐ ഇ എസ് ചേർത്ത് എഴുതാനുമാണ്. കാരണം കഴിഞ്ഞ 3 വീഡിയോയിലായിട്ട് പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ് സോർട്ടിംഗ് ദ പ്ലൂറൽസ് എന്നുള്ള ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്.
സോ നമ്മളിവിടെ ആദ്യം നമ്മൾ പറഞ്ഞ ആ ഒരു റൂൾ നമുക്ക് നോക്കാം. ES വെച്ചിട്ട് ES ചേർത്ത് നമ്മൾ പ്ലൂറൽ ഫോം ആക്കുന്ന വേർഡ്സ്, അതായത് ഈ സെക്കൻഡ് കോളത്തിൽ എഴുതുന്നത് നമുക്ക് ആദ്യം ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻഡിങ് വിത്ത് സെഡ്, എക്സ്, CH, SH ആൻഡ് S, ഇത്രയും ലെറ്റേഴ്സ് വെച്ച് എൻഡ് ചെയ്യുന്ന വേർഡ്സിനെ ആദ്യം ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇവിടെ അങ്ങനെ വരുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? ആദ്യം വരുന്നത് ഗ്ലാസ്. ഗ്ലാസ് എൻഡിങ് വിത്ത് എസ്. ഗ്ലാസ് എന്നുള്ളത് എൻഡ് ചെയ്യുന്നത് എസ്സിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഗ്ലാസ് എന്ന് ഇവിടെ എഴുതുന്നു. ഗ്ലാസ് എന്ന് പറയുന്നത് സിംഗുലർ ഫോമാണ്. ഈ സിംഗുലർ ഫോമിനെ പ്ലൂറൽ ഫോം ആക്കാൻ വേണ്ടിയിട്ട് എൻഡിങ് വിത്ത് ലെറ്റർ എസ് വെച്ച് അവസാനിക്കുന്ന വേർഡ്സിൻ്റെ കൂടെ ES ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്ലാസസ്. We will get the plural form of glass is glasses. Glasses എന്നുള്ള പ്ലൂറൽ ഫോം നമുക്ക് കിട്ടി. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഏതൊക്കെ ലെറ്റേഴ്സ് ആണ്? സെറ്റ്, എക്സ്, CH, SH, S. അപ്പോൾ S എന്നുള്ളൊരു വേർഡ് നമ്മൾ സോർട്ട് ചെയ്തെടുത്തു. അതിൻ്റെ കൂടെ ES ആഡ് ചെയ്തു. ഇനി നെക്സ്റ്റ്, what will be the next? ബേഴ്സ് എൻഡിങ് വിത്ത് സെഡ് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ആദ്യം ബേഴ്സ് എന്ന് അതിൻ്റെ കൂടെ ഒരു ES, ബുസസ്. നെക്സ്റ്റ് ഇനി ഏത് വേർഡാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. യെസ്, ഹിയർ ഈസ് ദ വേർഡ് ബസ് എൻഡിങ് വിത്ത് എസ്. ബസ് എന്നുള്ള ലെറ്റർ എൻഡ് ചെയ്യുന്നത് എസ് എന്നുള്ള ലെറ്റർ ആണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ബസ് എന്ന് എഴുതി അതിനെ പ്ലൂറൽ ഫോം ആക്കാനായിട്ട് ES ആഡ് ചെയ്തു, ബസ്സസ്. ഇനി നമുക്ക് നോക്കാം, ഇനി ഏത് വേർഡാണ് അതിൽ വരുന്നത്? എക്സ് എന്നുള്ള ലെറ്റർ വരുന്നുണ്ട്. ഹിയർ, ബോക്സിൻ്റെ എൻഡിങ് ലെറ്റർ എക്സ് ആണ്. അപ്പോൾ ബോക്സ് എന്ന് എഴുതിയിട്ട് ബോക്സിൻ്റെ കൂടെ ഒരു ES ആഡ് ചെയ്യണം. ബോക്സസ് പ്ലൂറൽ ഫോം ആണ്. ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം, ബോക്സസ് എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതൽ. ഇനി ചർച്ച്, CH എൻഡിങ് വിത്ത് CH ഈസ് ഹിയർ. CH ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? CH വരുന്ന വേർഡ്സിൻ്റെ കൂടെ ES എന്നാണ് ആഡ് ചെയ്യേണ്ടത് ഫോർ ഗെറ്റിംഗ് ദ പ്ലൂറൽ ഫോം. സോ ചർച്ച് എന്ന് എഴുതാം. അതിൻ്റെ കൂടെ ഒരു ES എന്നുള്ള ലെറ്റേഴ്സ് ആഡ് ചെയ്യണം. ചർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ചർച്ച്, ചർച്ചസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതൽ. ഇനി വാച്ച് എന്നുള്ളതിനും CH ആണ്, എൻഡ് ചെയ്യുന്നത് CH വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ നമുക്ക് വാച്ചസ് എന്ന് എഴുതാം അല്ലേ? വാച്ച് എന്ന് പറയുമ്പോൾ ഒരു വാച്ചസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതൽ. ഇനി നമുക്ക് നെക്സ്റ്റ് കാറ്റഗറി നോക്കാം. IES എപ്പോഴാണ് നമ്മൾ ചേർക്കുന്നത് പ്ലൂറൽ ഫോം കിട്ടുന്നതിനായിട്ട്? എൻഡിങ് വിത്ത് വൈ. സിംഗുലർ നൗൺസിന് വൈ വെച്ച് എൻഡ് ചെയ്യുന്ന വേർഡ്സിനെ വൈ ഡ്രോപ്പ് ചെയ്ത് അതിന് പകരം IES ആഡ് ചെയ്യുന്നു. വൈ എന്നുള്ളത് ഒഴിവാക്കി അതിന് പകരം IES ചേർക്കണം അല്ലേ? അപ്പോൾ ഇവിടെ ബേബി പറഞ്ഞാൽ ഒരു ബേബി, വൺ ബേബി. അപ്പോൾ ബേബി എന്നുള്ളതിൽ BAB, വൈ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നോ നീഡ് ടു റൈറ്റ് വൈ ഹിയർ. ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ദാറ്റ് വൈ വി വാണ്ട് ടു റൈറ്റ് ഹിയർ IES. അപ്പോൾ ബേബീസ്. വൈ എന്ന് നമ്മൾ എഴുതണ്ട. വൈ എന്ന് എഴുതിയിട്ടല്ല IES എഴുതേണ്ടത്. വൈ ഡ്രോപ്പ് ചെയ്ത് വൈ ഒഴിവാക്കി അതിനു പകരം IES എഴുതണം, ബേബീസ്. ഇനി വൈയിൽ എൻഡ് ചെയ്യുന്നത് ഏതാണ്? പാർട്ടി. അപ്പോൾ പാർട്ടി എന്നുള്ളത് ഒരു പാർട്ടി. അപ്പോൾ പാർട്ടീസ്, PART. വൈ എഴുതണ്ട, വൈക്ക് പകരം IES, പാർട്ടീസ്. നെക്സ്റ്റ് വൈയിൽ വെച്ച് എൻഡ് ചെയ്യുന്ന വേർഡ്സ് ഫാമിലി. ഒരു ഫാമിലിയുടെ കാര്യമാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഫാമിലീസ് ആക്കണം. ഫാമിലീസ് ആക്കാൻ വേണ്ടി FAMILY എഴുതണ്ട, LYക്ക് പകരം
IES, families. Families എന്ന് പറഞ്ഞാൽ more than one family, ഒരു ഫാമിലിയിൽ കൂടുതൽ, അതായത് പ്ലൂറൽ ഫോം. സിംഗുലർ ഫോമാണ് ഇവിടെ ഫാമിലി കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ പ്ലൂറൽ ഫോമാണ് ഇവിടെ ഫാമിലീസ്. നെക്സ്റ്റ് വൈ വെച്ചിട്ട് വരുന്ന ലെറ്റർ വേർഡ്സ് ഏതാണ്? ലേഡി. ഇനി ഒരു ലേഡി എന്ന് പറഞ്ഞ വൈ വെച്ച് എൻഡ് ചെയ്യുന്നത് ലേഡി. അപ്പോൾ വൺ ലേഡി എന്നുള്ളതിന് നമുക്ക് എന്താക്കണം? പ്ലൂറൽ ഫോം ആക്കണം. വി വാണ്ട് ടു ചേഞ്ച് ദ പ്ലൂറൽ ഫോം. ചേഞ്ച് ഇൻ ടു ദി പ്ലൂറൽ ഫോം. ലേഡി. വൈ. ഡ്രോപ്പ് ദ ലെറ്റർ വൈ. വൈ എന്നുള്ള ലെറ്റർ മാറ്റി അതിന് പകരം IES, ലേഡീസ്. ലേഡി പറഞ്ഞാൽ വൺ ലേഡി. ലേഡീസ് എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതൽ. ലേഡി സിംഗുലർ ഫോം, ലേഡീസ് പ്ലൂറൽ ഫോം. നെക്സ്റ്റ് ലാസ്റ്റ് കാറ്റഗറി എസ്, ആഡിങ് എസ്. അപ്പോൾ നമുക്കത് സോർട്ട് ചെയ്യാനായിട്ട് ഈസിയാണ്. കാരണം ESഉം ESഉം IESഉം വരുന്ന വേർഡ്സ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തെടുത്തു. ഇനി വേണ്ടത് എസ് എന്നുള്ള ലെറ്റർ ആഡ് ചെയ്യണം. അപ്പോൾ എസ് എന്നുള്ള ലെറ്റർ, അപ്പോൾ ബാക്കി വരുന്നത് എൻഡിങ് വിത്ത് വൈയും അല്ല, എൻഡിങ് വിത്ത് CH, SH, S, X, Z അതുമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വേർഡ്സിനെ കുറിച്ചാണ്, ഇതിൻ്റെ പെക്യുലിയാരിറ്റീസ് ആണ് പറയുന്നത്. അപ്പം എല്ലാ വേർഡ്സും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്. ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു 3 ടൈപ്സ് വേർഡ്സ്, ഈ ഒരു 3 ടൈപ്സ് സിംഗുലർ നൗൺസിനെ കുറിച്ചാണ്, അതായത് എസ്, ES, IES. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഈ 3 കാറ്റഗറിയിൽ വരുന്ന വേർഡ്സ് മാത്രമേ ഇവിടെ ഉള്ളെങ്കിൽ ESഉം IESഉം നമ്മൾ പിക്ക് ചെയ്തെടുത്തു. ദെൻ വി വാണ്ട് ടു ഫൈൻഡ് ദ എസ്, ആഡിങ് എസ് ലെറ്റേഴ്സ് ഓൺലി. അപ്പോൾ നമുക്ക് എസ് മാത്രം, എസ് ചേർത്ത് എഴുതേണ്ട വേർഡ്സ് മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ളത് തീർച്ചയായും അത് എസ് ചേർത്ത് എഴുതേണ്ടതായിരിക്കും അല്ലേ. ട്രീ. ട്രീ പ്ലൂറൽ ഫോം ഓഫ് ട്രീ, ആഡിങ് എസ്, ട്രീസ്. ട്രീസ്. നെക്സ്റ്റ് പെൻസിൽ. Plural form of pencil, pencils. Pencils. Next, bell. Plural form of bell is bells. Bells. Next, flower. Plural form of flower is flowers. Plural form of flower is flowers. So, here we discussed sorting the plurals. ഇവിടെ നമ്മൾ we classified into 3 groups, that is S, ES, IES. എസും ESഉം IESഉം ചേർന്ന് നമ്മളിവിടെ കുറച്ച് വേർഡ്സ് കാറ്റഗറൈസ് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ES ചേർന്ന് വരുന്ന വേർഡ്സിന് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്? സിംഗുലർ നൗൺസിൽ സെഡ്, എക്സ്, CH, SH, S ഇത്രയും ലെറ്റേഴ്സിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സിൻ്റെ കൂടെ അതിനെ പ്ലൂറൽ ഫോം ആക്കുന്നതിനായിട്ട് നമ്മൾ ES എന്നുള്ള 2 ലെറ്റേഴ്സ് ആഡ് ചെയ്തു. ഇനി വൈ, എൻഡിങ് വിത്ത് വൈ എന്നുള്ള ലെറ്റർ വെച്ച് എൻഡ് ചെയ്യുന്ന വേർഡ്സിനെ why, drop the letter Y. Instead of writing that Y, we have to write here IES. നമ്മൾ എന്ത് എഴുതി? IES. Y എന്നുള്ള ലെറ്റർ മാറ്റി അതിന് പകരം IES എന്നുള്ള 3 ലെറ്റേഴ്സ് ആഡ് ചെയ്തു.